ആനിമെ റിവ്യൂ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ആനിമെ ദി റൈസിംഗ് ഓഫ് ദി ഷീൽഡ് ഹീറോ 2019 റിലീസായ ഈസക്കി ഫാന്റസി ജോണറിൽ വരുന്ന ഒരു ആനിമെ സീരീസ് ആണ് ദി റൈസിംഗ് ഓഫ് ദി ഷീൽഡ് ഹീറോ. ഫസ്റ്റ് സീസണിൽ 25 എപ്പിസോഡും സെക്കൻഡ് സീസണിൽ 13 എപ്പിസോഡും ലാസ്റ്റ് സീസൺ ആയിട്ടുള്ള തേർഡ് സീസണിൽ 12 എപ്പിസോഡുമാണ് ഈ ആനിമയ്ക്ക് കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓൺഗോയിങ് ആനിമയാണ്, കംപ്ലീറ്റഡ് അല്ല. ആക്ഷൻ, ഗ്രോത്ത്, ബിട്രയൽ, റൊമാൻസ് എന്ന് പറയേണ്ട ഒരു ആനിമയിൽ നിന്നും നമ്മൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം കൂടിയുള്ള ഒരു ഫുൾ പാക്കേജ് ആണ് ഈ ഒരു ആനിമെ. സ്റ്റോറി ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞുതരാം. ദി റൈസിംഗ് ഓഫ് ദി ഷീൽഡ് ഹീറോ follows Naofumi Iwatani, ഒരു നോർമൽ ഗൈ ഹു സമൺ ടു അനദർ വേൾഡ് ആസ് വൺ ഓഫ് 4 ലെജൻഡറി ഹീറോസ്. ആ ഒരു വേൾഡിലോട്ട് ഈ 4 ലെജൻഡറി ഹീറോസിനെ സമൺ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് നോക്കുവാണെങ്കിൽ ആ ഒരു വേൾഡിൽ ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോഴത്തേക്കും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാവും. ഇതിനെ വേവ്സ് ഓഫ് കാറ്റസ്ട്രോഫി എന്നാണ് അറിയപ്പെടുന്നത്. ഈ വേവിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 4 ലെജൻഡറി ഹീറോസിനെ ആ ഒരു വേൾഡിലോട്ട് അവിടെ ഉള്ളവർ സമൺ ചെയ്തത്. ഈ ഹീറോസിന് ഓരോരുത്തർക്കും അവരുടേതായ വെപ്പൺസ് ഉണ്ട്. സ്പിയർ, സോഡ്, ബോ ആൻഡ് ഷീൽഡ്. മറ്റ് ഹീറോസിന്റെ വെപ്പൺസ് ആയിട്ടുള്ള സ്പിയറും സോഡും ആൻഡ് ബോയും കോമ്പാക്ട് ഓറിയന്റഡ് ആണ്. ബട്ട് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റിന്റെ വെപ്പൺ ആയിട്ടുള്ള ഷീൽഡ് സപ്പോർട്ട് ഓറിയന്റഡ്. അതുകൊണ്ട് തന്നെ ഷീൽഡിനെ ഏറ്റവും വീക്കസ്റ്റ് വെപ്പൺ എന്നും ഇത് ബിൽഡ് ചെയ്യുന്ന ആളെ ഏറ്റവും വീക്കസ്റ്റ് ഹീറോ എന്നാണ് അറിയപ്പെടുന്നത്. ആനിമേന്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ നൗഫുമിക്ക് വമ്പൻ ഒരു ബിട്രയൽ നേരിടേണ്ടി വരുന്നു. അത് കാരണം അവൻ ആ വേൾഡിലുള്ള എല്ലാം നഷ്ടപ്പെടുകയാണ്, ഈവൻ റെസ്പെക്ട് പോലും. അവിടെ നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ആ വീക്കസ്റ്റ് ഹീറോ ആയിട്ടുള്ള അവന്റെ ഗ്രോത്ത് ആണ് ഈ ആനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആൻഡ് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആനിമേഷന്റെ സൈഡ് നോക്കുവാണെങ്കിൽ ഷാർപ്പ് ആൻഡ് ആക്ഷൻ ഡൈനാമിക് ആണ്. ഇടയ്ക്കിടയ്ക്ക് CGS കയറി വരുന്നുണ്ട്. പേഴ്സണലി എനിക്ക് ഈ ആനിമയിൽ വരുന്ന CGS ഇഷ്ടമല്ല, ഈവൻ 1PC പോലും. അത് ഒഴിച്ച് നിർത്തുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒരു 8.5 അല്ലെങ്കിൽ ഒരു 8 റേറ്റിംഗ് ആനിമേഷന് കൊടുക്കും. പിന്നെ എടുത്ത് പറയാനുള്ള ഒരു പാർട്ടാണ് സൗണ്ട് ട്രാക്സ്, എസ്പെഷ്യലി ടെൻസ് ആൻഡ് ഇമോഷണൽ സീൻസ്. ഈ ആനിമയുടെ ലാസ്റ്റ് സീസൺ ആയിട്ടുള്ള തേർഡ് സീസണിന്റെ എൻഡിങ്ങിൽ ഒരു സോങ് ഉണ്ട്. ആ സോങ് ആണ് ഞാൻ കറന്റ് റിംഗ് ടൂൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത്രയ്ക്ക് മികച്ച സോങ്സും സൗണ്ട് ട്രാക്സും ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ആനിമെ കാണുന്നത് വർത്ത് ആണ്? ഡെഫിനറ്റ്ലി യെസ്. ഈ ആനിമെ നിങ്ങൾക്ക് ബിട്രയലും റിഡംഷനും കൂടി ഒരു ഇൻസ്പയറിംഗ് ജേണി തരും. ആക്ഷൻ, ഇമോഷൻസ് ആൻഡ് ട്വിസ്റ്റ് ഒക്കെ ബാലൻസ് ചെയ്യുന്ന ഒരു യൂണീക്ക് എക്സ്പീരിയൻസ് ആണ് ദി റൈസിംഗ് ഓഫ് ദി ഷീൽഡ് ഹീറോ നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നത്. ഫാന്റസി ഒരു ക്യാരക്ടർ ഡ്രിവൺ സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ മസ്റ്റ് വാച്ച് ആണ്. മൈ റേറ്റിംഗ് 8.5 ഔട്ട് ഓഫ് 10. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയെന്ന് കരുതുന്നു. ഇൻട്രസ്റ്റിംഗ് ആയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കണ്ട. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞുതരാം. സോ വിത്തൗട്ട് എനി ഫർദർ വെയിറ്റ്, ദിസ് ഈസ് സെർച്ച് നോബഡി സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ ഗൈസ്.